26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളും പ്രതികൂല കാലാവസ്ഥയും മുൻനിർത്തി രാജ്യാന്തര വിമാന കമ്പനികൾ സർവീസുകളിൽ വ്യാപകമായ മാറ്റങ്ങൾ വരുത്തുന്ന പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. വേനൽക്കാല യാത്ര തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് ലഭിക്കേണ്ട സഹായങ്ങളും വിമാന കമ്പനികളുടെ ഉത്തരവാദിത്തങ്ങളും വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം. ദുബായ് ആസ്ഥാനമായുള്ള ദേശീയ വിമാന കമ്പനികൾ, അവയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, കോഡ് ഷെയർ പങ്കാളികൾ, ദുബായിൽ നിന്ന് സർവീസ് നടത്തുന്ന വിദേശ വിമാന കമ്പനികൾ, ലൈസൻസ് ഉള്ള ട്രാവൽ ഏജന്റുമാർ എന്നിവർക്കെല്ലാം ഈ നിയമം ബാധകമാണ്. യാത്രക്കാർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ വിമാന കമ്പനികൾ കൃത്യമായി വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്ന ആദ്യ കാര്യം. നികുതികളും മറ്റ് അധിക നിരക്കുകളും ഉൾപ്പെടെയുള്ള ആകെ തുക, റീഫണ്ട് നയങ്ങൾ, ലഗേജ് പരിധികൾ, സർവീസ് നടത്തുന്ന യഥാർത്ഥ വിമാന കമ്പനിയുടെ വിവരങ്ങൾ, യാത്രാ വിവരങ്ങൾ എന്നിവ ഉപഭോക്താവിനെ മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. അതേസമയം വിമാന സർവീസുകൾ മുടങ്ങുകയോ വൈകുകയോ ചെയ്താൽ അതിന്റെ കാരണവും പ്രതീക്ഷിക്കുന്ന സമയവും യാത്രക്കാരെ നേരിട്ടോ ട്രാവൽ ഏജന്റ് വഴിയോ അറിയിക്കണം. 3 മുതൽ 8 മണിക്കൂർ വരെ വിമാനങ്ങൾ വൈകുകയാണെങ്കിൽ യാത്രക്കാർക്ക് ഭക്ഷണവും പാനീയങ്ങളും നൽകണം. രാത്രി സമയങ്ങളിൽ സർവീസ് നീണ്ടുപോവുകയാണെങ്കിൽ താമസ സൗകര്യവും വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ സൗകര്യവും ഒരുക്കേണ്ടത് വിമാന കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. ഭിന്നശേഷിക്കാർ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് യാതൊരുവിധ വിവേചനവുമില്ലാതെ മുൻഗണനാടിസ്ഥാനത്തിൽ തന്നെ സഹായങ്ങൾ നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് വിവിധ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. അതേ വിമാന കമ്പനിയുടെ തൊട്ടടുത്ത സർവീസിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം വിമാന കമ്പനികൾ തമ്മിലുള്ള വാണിജ്യ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാണെങ്കിൽ മറ്റു വിമാനങ്ങളിൽ യാത്ര തിരിച്ചുവിടാനുള്ള നടപടി, ടിക്കറ്റ് തുക പൂർണ്ണമായി തിരികെ നൽകുകയോ അല്ലെങ്കിൽ അതിന് തുല്യമായ വൗച്ചർ അനുവദിക്കുകയോ ചെയ്യുക, വിമാന കമ്പനികൾ ബദൽ മാർഗങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെടുകയോ ഔദ്യോഗികമായി വിസമ്മതിക്കുകയോ ചെയ്താൽ മാത്രമേ യാത്രക്കാർക്ക് സ്വന്തം നിലയിൽ മറ്റു ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രാരേഖകളും ബില്ലുകളും സൂക്ഷിച്ചു വെച്ചാൽ ന്യായമായ തുക പിന്നീട് ഈടാക്കാവുന്നതാണ്. സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളത്തിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സൗദിയിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, സൗദിയ, ഫ്ലൈനാസ് തുടങ്ങിയിട്ടുള്ള കമ്പനികൾ സർവീസുകളിൽ ക്രമീകരണവും വരുത്തിയിട്ടുണ്ട്. സുരക്ഷ മുൻനിർത്തി സൗദി അതിർത്തി മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ കാനഡ, അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യമൻ അതിർത്തി മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ബ്രിട്ടനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, ഒമാൻ എയർ, ഗൾഫ് എയർ തുടങ്ങിയിട്ടുള്ള പ്രാദേശിക വിമാന കമ്പനികൾ വൻ യാത്രാ തിരക്കാണ് ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നത്. പല കമ്പനികളും പുതിയ സർവീസുകൾ പുനരാരംഭിച്ചപ്പോൾ ചില വിദേശ കമ്പനികൾ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് എയർവേസ് ഒക്ടോബർ 25 വരെയും, എയർ അസ്താന ഈ മാസം 31 വരെയും, എയർ കാനഡ ഒക്ടോബർ 24 വരെയും സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയവ നിലവിൽ ഷെഡ്യൂൾ പ്രകാരം സർവീസ് നടത്തുന്നുണ്ടെങ്കിലും വ്യോമപാതയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.